Hi, hello, it's me Momsy. Welcome back to Momsy Notes. ഇന്ന് ഞാൻ ക്ലാസ് ഒന്നിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ക്ലാസ് ഒന്ന്, അതായത് ഒന്നാം ക്ലാസ് എന്നത് കുട്ടികളുടെ പഠനയാത്രയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫേസ് ആണ് അല്ലെ. പലപ്പോഴും ഈ സമയത്ത് പല പാരന്റ്സിനും ഉള്ള ഒരു ആശങ്കയാണ്, എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ, എൻ്റെ കുട്ടി എല്ലാം പഠിക്കുന്നുണ്ടോ, അവന് ക്ലാസ്സിൽ ശ്രദ്ധിക്കാറുണ്ടോ, അവന് ക്ലാസ്സിൽ പിന്നിലായി പോകുമോ, ഞാൻ കൂടുതൽ അവനെ ശ്രദ്ധിക്കണോ പഠിപ്പിക്കണോ എന്നൊക്കെ. പക്ഷേ ഒന്നാം ക്ലാസ്സിൽ നമ്മുടെ പ്രധാന ശ്രദ്ധ മാർക്കുകളിലോ സിലബസ് പൂർത്തിയാക്കുന്നതിലോ മാത്രമായിരിക്കരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടിയുടെ ഫൗണ്ടേഷനാണ്. അതായത് റീഡിംഗ് സ്കിൽസ്. കുട്ടി വായിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ, അക്ഷരങ്ങളും വാക്കുകളും ആത്മവിശ്വാസത്തോടെ അവർക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ. രണ്ടാമത്തത് റൈറ്റിംഗ് സ്കിൽസ്. ശരിയായ പെൻസിൽ ഗ്രിപ്പ്, ലെറ്റർ ഫോർമേഷൻ, നീറ്റ് റൈറ്റിംഗ് എന്നിവ ഡേ ബൈ ഡേ അവന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആൻഡ് തേർഡ് തിങ്, നമ്പർ സെൻസ്. നമ്പേഴ്സ് മനസ്സിലാക്കുന്നുണ്ടോ, സിമ്പിൾ കൗണ്ടിങ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻസ് എന്നിവ ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് കോൺഫിഡൻസ് കാര്യങ്ങളുണ്ട്, കുട്ടി സ്വയം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ. ദെൻ കമ്മ്യൂണിക്കേഷൻ. കുട്ടിക്ക് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യമുണ്ടോ, ആൻഡ് അവൻ്റെ ഐഡിയാസ്, വ്യൂ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ പറയാൻ അവർ ശ്രമിക്കുന്നുണ്ടോ. ദെൻ തിങ്കിങ് സ്കിൽസ്. കൗതുകമുണ്ട്, അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇതിനെന്താ ഇങ്ങനെ പറയുന്നത് എന്നെല്ലാം കുട്ടി ചോദിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ആൻഡ് ഇമോഷണൽ കോൺഫിഡൻസ്. തെറ്റുകൾ ചെയ്യാൻ പേടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വീണ്ടും ശ്രമിക്കാം എന്ന മനോഭാവമുണ്ടോ. ഇവയെല്ലാം ഒന്നാം ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു വർഷം കുട്ടികൾ പഠിക്കുന്നത് പാഠങ്ങൾ മാത്രമല്ല, പഠിക്കാൻ എങ്ങനെ പഠിക്കാം എന്നതാണ്. ഓക്കെ, സോ ഡിയർ പാരൻസ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് വേഗത്തിൽ വായിച്ചെടുക്കാൻ പറ്റും, ചിലർക്ക് ഓരോ കാര്യങ്ങളും വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, ചിലർ വേഗത്തിൽ എഴുതും, ചിലർക്ക് കൂടുതൽ സമയം എടുക്കേണ്ടി വരും. അതൊക്കെ സാധാരണമാണ്. സോ നമ്മുടെ ജോലി എന്ന് പറയുന്നത് മക്കളെ കമ്പയർ ചെയ്യുകയല്ല, അവരുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവരിലുള്ള ഓരോ പുരോഗതിയും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. അത് ഇനി ചെറിയൊരു വാക്ക് വായിച്ചാൽ പോലും, അല്ലെങ്കിൽ അവരൊരു സെന്റൻസ് എഴുതിയാൽ പോലും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ അവരുടെ ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതൊക്കെ അവരുടെ ഒരു ഗ്രോത്ത് ഫേസിന്റെ സിഗ്നേച്ചർ ആണ്. ഓക്കെ, ആൻഡ് ഒന്നാം ക്ലാസ്സിന്റെ അവസാനം നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും വലിയൊരു ചോദ്യം എന്നത്, എൻ്റെ കുട്ടിക്ക് പഠനം ഇഷ്ടമാണോ, അവർക്ക് ഒരു പഠനം അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവരത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നാം നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് നേരായ വഴിയിലാണ്. ഓക്കെ, സോ സ്ട്രോങ് ഫൗണ്ടേഷൻസ് ടുഡേ, ബ്രൈറ്റ് ഫ്യൂച്ചേഴ്സ് ടുമോറോ. താങ്ക് യു.